ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയുടെ പേര് രാംനാരായൺ ബയ്യാർ. പാലക്കാട് വാളയാറിൽ ഒരു കൂട്ടം ആളുകൾ കള്ളനാണ് എന്ന് പറഞ്ഞ് ഈ വ്യക്തിയെ തല്ലിക്കൊന്നു. ഛത്തീസ്ഗഡ് സ്വദേശിയാണ്. ഭാര്യ മരിച്ചതിന് ശേഷം മെൻ്റലി അത്ര സ്റ്റേബിൾ അല്ല. ആ വ്യക്തി ജോലി തേടി കേരളത്തിലേക്ക് എത്തുകയാണ്. പാലക്കാട് വാളയാറിൽ ജോലി അന്വേഷിച്ച് ഇദ്ദേഹം നടന്നു. 2 മക്കളാണുള്ളത്. എന്തുകൊണ്ടോ ഇദ്ദേഹത്തിന് മെൻ്റൽ സ്റ്റെബിലിറ്റി റീഗെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് തോന്നുന്നു. ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ്. വിശപ്പാണ് ഏറ്റവും വലിയ വിളി. അറിയാം നമുക്ക് മധുവിൻ്റെ കാര്യം. മധു ഇന്നും ഒരു നീറലായിട്ട് മലയാളിയുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. മധുവിനോട് ഇപ്പോഴും മലയാളി മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും മലയാളി പഠിച്ചില്ല എന്നുള്ളതാണ്. ബാക്കി സ്റ്റേറ്റുകാരുടെ മുന്നിൽ സമ്പൂർണ്ണ സാക്ഷരത, മലയാളി പൊളി എന്ന് പറയുന്ന നമ്മൾ ഇപ്പോൾ ലിറ്ററലി തലതാത്തി നിൽക്കേണ്ട ഒരു അവസ്ഥയ്ക്കാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ അന്യസംസ്ഥാന തൊഴിലാളിയെ മൃഗീയമായിട്ടാണ് തല്ലിക്കൊന്നിട്ടുള്ളത്. ഈ അന്യസംസ്ഥാന തൊഴിലാളിയുടെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അത് കഴിഞ്ഞതിന് ശേഷം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് ഞാനിവിടെ സൈഡിൽ വയ്ക്കുന്നുണ്ട്. 50ൽ കുറയാത്ത ചതവുകളും മുറിവുകളും ഇദ്ദേഹത്തിൻ്റെ ദേഹത്തുണ്ട്. മൃഗീയമായി തല്ലിക്കൊന്നിരിക്കുകയാണ് ഈ വ്യക്തിയെ. ഇനി കംപ്ലീറ്റ് കാര്യം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അന്നം തേടി തന്നവനെ മർദ്ദിച്ച് ഈ രീതിയിൽ കൊന്നു എന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. കേരളത്തിൽ നിന്ന് കുറേ അധികം ഇനിയും നമ്മൾ സ്വയം നന്നാവാനുണ്ട്. എന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകും, നോർത്തിലെ പോലെ ബീഹാറിലെ പോലെ എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ഈ സംഭവം ഉണ്ടായ സ്ഥലത്തെ മെമ്പറുമായിട്ട് മീഡിയ കൊണ്ട് സംസാരിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലേക്ക് പോയേക്കാം. ബുധനാഴ്ച ഏകദേശം 2:30-ക്കാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ സംഭവം നടന്നത്. അദ്ദേഹം രാംനാരായൺ പറഞ്ഞ ഒരു അന്യ സംസ്ഥാനത്തു നിന്നുള്ള ആളാണ് ഇങ്ങോട്ട് പുറത്ത് കാണപ്പെട്ടത്. ഇദ്ദേഹം ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിലും ഇതുപോലെ സംശയാസ്പദമായിട്ട് നാട്ടുകാരുടെ മർദ്ദനം ഏൽക്കുകയുണ്ടായി എന്നുള്ളതാണ് പറഞ്ഞത്. ആ ബുധനാഴ്ച 2:30-ക്ക് മുമ്പ് രാവിലെ തന്നെ ദേശീയപാതയോട് നിന്ന് ആട്ടപ്പള്ളം കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ളിലോട്ട് അങ്ങനെ കടന്നു വന്നതായിട്ട് ഇവിടുത്തെ പ്രദേശവാസികളും നാട്ടുകാരും അവിടുത്തോട്ടുള്ളവരൊക്കെ പലരും പറയുണ്ടായി. അപ്പോൾ ഇദ്ദേഹത്തിന് പല വീടുകൾ കയറി ഇറങ്ങിയും വരുന്നതിൻ്റെ ഭാഗമായിട്ട് ആളുകൾക്ക് പൊതുവെ സംശയം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് വസ്തുത. അതിനോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് തൊഴിലുറപ്പ് പണികൾ നടക്കുന്ന ആ പ്രദേശത്തും ഇദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം എത്തുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കല്ലും ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ വടിയും കയ്യിൽ കാണപ്പെട്ടു എന്നുള്ളതാണ് നാട്ടുകാർ കണ്ടെത്തിയത്. ഇപ്പോൾ ഈ ആളുകൾ ഈ കള്ളനാണ് എന്ന് വിചാരിച്ച് ഈ സംഘം ചേർന്നൊരു ആൾക്കൂട്ടമർദ്ദനം നടന്നിട്ടുണ്ട്. അത് കാരണം അദ്ദേഹം ചോദിക്കുന്നത്, അത് പറയുന്ന മറുപടി പറയുന്ന രീതികളും അതുപോലെ തന്നെ ആളുകൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ച ആ ശൈലിയും കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നാട്ടുകാർക്ക് സംശയം വന്നത്. ഈ ആളുകൾ എത്ര ആളുകൾ കൂടി ആണ് മർദ്ദിച്ചത്? അത് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ 15 ആളുകൾ എന്തോ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ടല്ലോ. അതെ, നമ്മൾ അതാണ് അറിയാൻ കഴിഞ്ഞത്. എല്ലാം ഈ നാട്ടുകാരായ ആളുകളാണ്. ഇപ്പോൾ ഈ കള്ളൻ എന്ന് മാത്രമല്ല, ബംഗ്ലാദേശിയാണോ എന്നാണ് വീഡിയോയിൽ തുടർച്ചയായി ചോദിക്കുന്നത്. അതായത് പൊതുവെ ഈ പ്രദേശത്ത് കൂടുതൽ വരുന്നത് ബംഗാളികൾ എന്നുള്ള ഉദ്ദേശം കൊണ്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും. ബംഗാളികളും ബംഗ്ലാദേശികളും രണ്ടാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ എന്തായാലും ഈ ആശുപത്രിയിൽ എത്തിക്കാനും കുറച്ച് സമയം വൈകിയല്ലേ? സംഭവം നടന്ന പോലീസിൻ്റെ സംരക്ഷണത്തോടു കൂടിയാണ് ഇവിടുത്തെ നാട്ടുകാരും കൂടി ചേർന്നിട്ടാണ് ആംബുലൻസിൽ അവർ കയറ്റി വിട്ടത്. അപ്പോൾ കാഷ്വാലിറ്റിയിൽ എത്തിയ ശേഷം പിന്നെ അവിടെ നിന്ന് ICUലേക്ക് മാറ്റപ്പെട്ടു. ഏകദേശം രാത്രി 7:30-ക്കാണ് മരിച്ചതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ പിന്തുടർച്ച എന്ന നിലയ്ക്ക് ഇന്നലെ ഇൻക്വസ്റ്റിൽ നമ്മൾ പങ്കെടുക്കുകയുണ്ടായി. പോലീസിന് പിന്നീട് ആരാ വിവരം അറിയിക്കുന്നത്? പോലീസിന് ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള മുൻ മെമ്പർ അറിയിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇത് ഈ 2:30-ക്ക് ഈ മർദ്ദനമേറ്റ് എത്ര സമയം കഴിഞ്ഞ്? ഏതാണ്ട് 4 മണിയോട് കൂടിയാണ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത് പോലീസ് എത്തുന്നത്. പോലീസ് എത്തുന്നത് 2:30-ക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായത്. പിന്നെ ഒരു 3:30 സമയത്താണ് പോലീസ് എത്തി പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയെന്നുള്ളതാണ്. പണ്ടൊക്കെ അന്യസംസ്ഥാനത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ തൊഴിലിന് വന്നിരുന്നത് അധികം തമിഴ്നാട്ടിൽ നിന്നുള്ള തമിഴന്മാരായിരുന്നു. പാണ്ടികൾ എന്നൊക്കെ വിളിക്കുക. പിന്നെ അത് മാറി ഹിന്ദിക്കാർ വരാൻ തുടങ്ങി. ഹിന്ദിക്കാർ വരവോട് കൂടിയിട്ട് തന്നെ എല്ലാം ബംഗാളികളായി. ബംഗു ബോയ്സ്, ബംഗാളികൾ എന്നൊക്കെ ഉള്ള പേരിൽ അതിങ്ങനെ നാട്ടിൽ പലരും പറയാറുണ്ട്. അതങ്ങനെ പോവും. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലൊരു ഏറ്റവും വലിയൊരു ഇൻകം സോഴ്സ് വരുന്നത് നമ്മളെ പ്രവാസി ആയിട്ടുള്ള, നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇഷ്ടംപോലെ പ്രവാസികൾ കാണും. നമ്മുടെയൊക്കെ
അച്ഛനോ അമ്മയോ അനിയത്തിയോ ഏട്ടനോ അതൊക്കെ നമ്മളടക്കം ചിലപ്പോൾ പ്രവാസികളായിട്ട് ജോലി ചെയ്തവരായിരിക്കും. നമ്മളെന്താണോ വേറൊരു നാട്ടിൽ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ നാട്ടുകാർ നമുക്ക് തരുന്നൊരു റെസ്പെക്റ്റ്, ആ ഒരു റിസപ്ഷൻ, അവർ നമുക്ക് തരുന്നൊരു ഫ്രീഡം, അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ വേറൊരു സംസ്ഥാനത്തു നിന്ന് ഒരാൾ നമ്മുടെ നാട്ടിലേക്ക് തൊഴിലിന് വരുമ്പോൾ നമ്മളും കൊടുക്കേണ്ടത്. ഉഡായിപ്പ് കാണിക്കുന്നവരെ അവിടെ പോലീസുണ്ട്, നിയമമുണ്ട്, അതിന് വിട്ടുകൊടുക്കണം. പിന്നെന്താ പറയുക, ഇവിടെ ഇതിനൊന്നൊരു ഓഡിറ്റില്ല എന്നുള്ളതാണ് ഒരു മെയിൻ പ്രശ്നം. ഇതിനു മുമ്പും കൊണ്ടോട്ടി ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു, ഇതേപോലെ ആൾക്കൂട്ട വിചാരണ നടത്തി ഒരാളെ തീർത്ത് കളഞ്ഞു. അത് അങ്ങനത്തെ വിഷയങ്ങളുണ്ടാകുമ്പോൾ ആൾക്കൂട്ട വിചാരണയിൽ പങ്കെടുത്ത ആ വ്യക്തിയെ ക്രൂരമായി മർദ്ദിച്ചവർക്കൊക്കെ പ്രോപ്പറായിട്ടൊരു കേസ് കൊടുത്ത് അവരെ ശിക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളൊരു സിസ്റ്റം ഒന്നും ഇവിടെ നടക്കുന്നില്ല. അതായത് ഫെയിലിയറാണ്. അതല്ലാതെ അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ കൃത്യമായിട്ട് പോലീസ് റെക്കോർഡ്സിൽ വന്ന ആളുകളുടെ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യണം എന്നുള്ള സിസ്റ്റമൊക്കെ ഇവിടെ ഉണ്ട്. ആരാണോ ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ ഈ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്, ഇപ്പോൾ ഒരു ബിൽഡിംഗ് വർക്കിനാണെങ്കിൽ, ഒരു ഹോട്ടൽ വർക്കിനാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തൊടിയിലോ തോട്ടത്തിലോ ഉള്ള പണിക്കാണെന്നുണ്ടെങ്കിൽ, റോഡ് പണിക്ക്, ഏത് വിധേനയും ഒരു വ്യക്തിയെ ഇവിടെ കൊണ്ടുവരുന്നതിന് എന്താണെങ്കിലും ഇയാൾ വെറുതെ ഒറ്റയ്ക്ക് അങ്ങോട്ട് ആ പോവുക കേരളത്തിലേക്ക് പറഞ്ഞ് പോരില്ല. ഇയാൾക്കറിയാവുന്ന ഇയാളുടെ ബന്ധുക്കളോ ഇയാളുടെ ഫ്രണ്ട്സോ കൂട്ടക്കാരോ ഒക്കെ കേരളത്തിൽ ജോലി എടുക്കുന്നവരുണ്ടായിരിക്കാം. അപ്പം അവർ ഈ വ്യക്തിയെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവരുടെ കമ്പനിയിലേക്കോ അങ്ങനെയൊക്കെയാവും കൊണ്ടുവരുന്നത്. സോ കൃത്യമായിട്ട് ഇവരെ കൊണ്ടുവരുന്ന ആളുകൾ ഇതിൻ്റെ ഡാറ്റാസ് കീപ്പ് ചെയ്യണം. വന്ന ആളുകളുടെ ഓഡിറ്റ് പോലീസ് എടുത്തു വയ്ക്കണം. അപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ ലോഡ്ജ് റൂമുകളിലൊക്കെ ആയിട്ട് താമസിക്കാറുണ്ട്. അവിടെയൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരു റൂമിൽ തന്നെ 10, 15, 20 ആൾക്കാരെ കാണാം. മനസ്സിലായോ? പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടുകാർ പറയുന്ന പോലെ, അല്ലെങ്കിൽ എനിക്ക് തന്നെ പലപ്പോഴായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്, വന്നവരെല്ലാവരും നല്ലവരായിരിക്കില്ല. ഉടായ്പ് കാണിച്ചവരുണ്ടാവും, അവിടെ കേസുള്ളവരുണ്ടാവും. സോ ഇതിനൊക്കെ ഒരു ഓഡിറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളത് ഇവിടുത്തെ സിസ്റ്റം ചെയ്യേണ്ടതാണ്. മനസ്സിലായില്ല? അത് കൃത്യമായിട്ട് നടക്കുന്നില്ല. ഫസ്റ്റ് റീസൺ. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ വ്യക്തിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഈ വ്യക്തി ആ നാട്ടിലൂടെ പല സ്ഥലങ്ങളിൽ ആ വ്യക്തിയെ എന്താ പറയുക, ഇതേപോലെ കല്ലും വടിയുമായിട്ട് കണ്ടു. ആ വ്യക്തിയെ പലരും അവിടെ ഇതിനു മുമ്പും കയ്യേറ്റം ചെയ്തതായിട്ട് മൊഴി ഇന്നലെ ന്യൂസിൽ തന്നെ ഒരു ലേഡി കൊടുക്കുന്നുണ്ട്. ആ നാട്ടുകാർക്ക് ഈ വ്യക്തിയെ ഏതെങ്കിലും രീതിയിലൊരു സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആൾക്കൂട്ട വിചാരണ ചെയ്ത്, അതും നീ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചിട്ടാണ്. ആ വിഷ്വൽസ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല, എൻ്റെ സൗണ്ട് ഞാൻ പ്ലേ ചെയ്യുന്നില്ല. ഞാൻ പ്ലേ ചെയ്യാതിരിക്കാൻ കാരണം അതത്രയും ക്രൂവലായിട്ടുള്ള വിഷ്വൽസാണ്. ഒരാൾ നിലത്ത് വയ്യാതിരിക്കുമ്പോൾ, അയാൾക്ക് പറയാൻ പറ്റാതെ പല കാര്യങ്ങളും ഇരിക്കുമ്പോൾ അയാളെ തലയ്ക്ക് ചവിട്ടുന്നു, അടിക്കുന്നു. നീ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിക്കുന്നു. എടേ മനുഷ്യനല്ലേ, ആരാണെങ്കിലും മനുഷ്യനല്ലേ. ബംഗ്ലാദേശി ആയാലും എന്താ, ആരായാലും എന്താ, മനുഷ്യനാണ്. മനസ്സിലായോ? ഇത് ശത്രുരാജ്യത്തു നിന്ന് നുഴഞ്ഞു കയറി ഇവിടെ വന്ന് നമ്മളെ തീർക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ചാരപ്രവർത്തിക്കോ അല്ലെങ്കിൽ അങ്ങനെ വന്നൊരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് തോന്നിയോ അയാൾ അത്രയും വയ്യാതിരിക്കുന്ന ഒരുത്തനെ ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയാലടക്കം എടുത്തുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ പോരെ? അതല്ല, ഒന്നും ചെയ്യാൻ പറ്റാതെ നിലത്തിരിക്കുന്ന ഒരുത്തനെ ചവിട്ടി മാസാവണം അല്ലെങ്കിൽ അവനെ അടിച്ച് മാസാവണം എന്നുള്ള രാഷ്ട്രീയമായിരിക്കാം. ഇപ്പം പലരും പറയുന്നുണ്ട് BJP പ്രവർത്തകരാണ് അകത്തായ 5 പേരെന്ന് പറയുന്നു. 15 പേര് പിടിച്ചവരിൽ മെജോറിറ്റി BJP പ്രവർത്തകരാണെന്ന് പറയുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, ചെയ്തത് വൃത്തികെട്ട കാര്യമാണ്. കാരണം ഇപ്പോൾ നാഷണൽ മീഡിയ കേരളത്തിലേക്ക് നോക്കിയിട്ട് നമ്മളെ പുച്ഛിച്ച് പരിഹസിക്കുകയാണ്. ഓൾറെഡി പ്രൊപ്പഗണ്ട മൂവീസ് പലതും നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കെതിരെ, മലയാളികൾക്കെതിരെ, കേരള ഫയൽസ് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ സാധനങ്ങൾ ഇറക്കി വിടുന്നുണ്ട്. ഇനിയും വരാനുള്ള എല്ലാ സാധ്യതയും നമ്മളായിട്ട് ഒരുക്കി കൊടുക്കരുത്. ദയവ് ചെയ്ത് പറയുകയാണ്. ഇങ്ങനത്തെ തെമ്മാടിത്തരങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് പിന്നെ മലയാളി എന്നൊക്കെ പറഞ്ഞ് അഭിമാനം കൊള്ളണം എന്നൊക്കെ പറഞ്ഞാൽ പറ്റുന്ന പരിപാടിയല്ലേ. ഈ വ്യക്തിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് പറയാനുള്ളത് കേൾക്കാം. ദേഹമാസകലം ഒരു മനുഷ്യനെ അടിച്ചു കൊല്ലാന്നുള്ളതിൻ്റെ അടിച്ചു കൊന്നിരിക്കുന്നു. അതാണ് ചെറിയ വാക്കുകളിൽ പറയുകയാണെങ്കിൽ. അടി കിട്ടാത്ത ഒരു ഭാഗം പോലും ശരീരത്തിൽ അവശേഷിക്കുന്നില്ല. ഒരു ക്രൂരമായ ഒരു മർദ്ദനം, അതുവഴി രക്തം പുറത്തേക്ക് പോയിക്കൊണ്ട്, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോട്ട് രക്തം പോയിക്കൊണ്ട് ഒരാൾ മരിക്കുന്നു. ഒരു ബ്രൂട്ടൽ മർഡർ. ആൾക്കൂട്ട
കൊലപാതകമാണെന്ന് പോലീസ് പറയുന്നു. ഈ കൂട്ടമർദ്ദനം ഒരു കുറ്റകരമല്ല എന്നൊരു തെറ്റിദ്ധാരണ ജനങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനത്തെ ഒരു തോന്നലുണ്ട്. കൂട്ടമർദ്ദനമായാലും അത് കുറ്റകരമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയണം. മൃഗങ്ങളെപ്പോലെ, നമ്മൾ അതിഥി തൊഴിലാളികളെന്ന് വിളിക്കുന്ന ആളുകളെ മൃഗങ്ങളെപ്പോലെ ആക്രമിച്ച് ഇങ്ങനെ മരണത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ ആക്രമണത്തിനിടയാകുന്നത് നമ്മുടെ കേരള സമൂഹത്തിന് ഒട്ടും അഭിലഷണീയമായ ഒരു കാര്യമല്ലോ. ആ വ്യക്തിക്കടക്കം പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് മനസ്സിലായ കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ട അവസ്ഥ ഒന്നും ലാസ്റ്റ് ഈ വ്യക്തി അനുഭവിച്ച പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതാണ് ആ തുടക്കത്തിൽ വെച്ചത്. ഓക്കെ, ഇതിൽ 1-2 ചേച്ചിമാർ ഈ വ്യക്തി ആ നാട്ടിൽ നിന്ന് ഇതിന് മുമ്പും ഇതേപോലെ ആഴ്ചകളായിട്ടുള്ള ഇയാൾ ജോലി അന്വേഷിച്ച് പാലക്കാട് ഭാഗത്ത് വന്നത്. ആഴ്ചകൾക്ക് മുമ്പും ഇയാളെ വട്ടം കൂടി നാട്ടുകാർ കൈകാര്യം ചെയ്തു എന്നുള്ളൊരു വാക്ക് പറയുന്നുണ്ട്. അതൊന്നും കേട്ടോക്കാം. തൊഴിലുറപ്പിന് 3 കല്ല് കൊണ്ടുവന്നു. ഞങ്ങളൊക്കെ പേടിച്ചിട്ട് അങ്ങോട്ട് മാറി നിന്നു. പിന്നെ ഒരു പേപ്പർ, ഫോൺ നമ്പർ കണ്ടില്ല, ഒരു പേപ്പർ കണ്ടു. നമ്മളില്ല, ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് വരികയായിരുന്നു. നമുക്ക് സംഭവം അറിയില്ല. പക്ഷെ ഈ വ്യക്തിനെ ഒരു 2 ആഴ്ചൻ്റെ മുന്നേ ആലാമരത്ത് വെച്ചിട്ട് ഈ വ്യക്തി 2 ആഴ്ചന് മുന്നേ ഈ വ്യക്തി വന്നിട്ട് ആലാമരത്ത് വന്നിട്ട് അവിടെ വന്നിട്ട് എന്തിനാണോ ഇവനെ പിടിച്ച് അടിക്കണമെന്നറിയില്ല, കുറച്ച് ആൾക്കാരും കൂടി തല്ലിന് കണ്ടു. അപ്പം ഞങ്ങൾ ബെമ്മലിൽ ജോലിയും കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്നെ എൻ്റെ ഭർത്താവും വിളിച്ചിട്ട് വരുന്ന അയ്യോ പാവം തല്ലിനല്ലോ. പക്ഷെ അവർ പല ഭാഗത്തും ഇതുപോലെ കയറിയിട്ടുണ്ട്. ചില ആൾക്കാരുടെ വീട്ടിൻ്റെ സൈഡ് പോയി നിന്നിട്ട് രാത്രി പോയി നിന്നിട്ട് അപ്പോൾ അവർ വന്ന് എന്താ നീ ഇവിടെ വന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണ് വീണു, അങ്ങനെയൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത്. ഈ വീണ് പറയുമ്പോൾ കള്ളനാണ് പറഞ്ഞിട്ട് എല്ലാവരും പിടിച്ചിട്ട് കുറേ ആൾക്കാരെ അവരും പിടിച്ചിട്ട് ഇത് 2 ആഴ്ചന് മുന്നേ അത് ആലാമരത്ത് വെച്ചിട്ടായിരുന്നു. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആരാന്ന് നമുക്കറിയില്ല. പക്ഷെ മൂപ്പരാണ്. ഇന്നലെ മർദ്ദനം കിട്ടിയ ആൾക്ക് തന്നെയാണ്. കുറെ ആള് ഇവര് അങ്ങനെ പല ഭാഗത്തും പോയി കാണിക്കുന്നുണ്ട്. കുട്ടികൾ ഇവിടെ വന്നപ്പോ കള്ളനാണ് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് സംഭവിച്ചത്. ഇവിടെ ഈ ചേച്ചി പറയുന്നുണ്ട് തൊഴിലുറപ്പിന് കണ്ട് കല്ലും കൊണ്ടുപോയി, കയ്യിൽ വടിയും കൊണ്ടുപോയി എന്നുള്ളത്. മെന്റലി എന്തെങ്കിലും ഇഷ്യൂ ഉള്ള ആളായിരിക്കാം. അയാൾ ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യാതെ ഒക്കെ അയാൾ അന്യ സംസ്ഥാന തൊഴിലാളിയാണ്, അയാൾ പറയുന്ന ഭാഷ മലയാളം അല്ല എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ തല്ലിക്കൊല്ലുക എന്നുള്ളതൊന്നും ഇല്ല. അതൊരു പ്രോഗ്രസീവ് സൊസൈറ്റിക്ക് പറ്റിയ പരിപാടിയല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ചേച്ചി പറഞ്ഞ ഇമ്പോർട്ടൻ്റ് കാര്യം, ഇയാൾ ഇവിടുത്തെ 2 ആഴ്ചയായി. ഈ 2 ആഴ്ചയ്ക്ക് മുന്നേ തന്നെ ഇയാൾ ആൾക്കൂട്ടം ഇതേമാതിരി തല്ലുന്നത് കണ്ടിട്ടുണ്ടെന്നാണ്. എന്നാൽ ഈ വ്യക്തിയായിട്ട് റിലേറ്റ് ചെയ്ത് സംസാരിക്കുന്നവർ പല ചാനലിലും പറഞ്ഞത് 1 ആഴ്ചയായിട്ടുള്ള ഇയാൾ ജോലി അന്വേഷിച്ച് വന്നത്. ആദ്യം ജോലി ചെയ്ത സ്ഥലത്ത് അയാൾക്ക് അത്ര നല്ല ജോലിയായിട്ട് തോന്നാത്തത് കൊണ്ട് അയാൾ വീണ്ടും ജോലി അന്വേഷിച്ച് നാട്ടിലേക്ക് ഇറങ്ങി തപ്പിയ സമയത്താണ് അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ ഉണ്ടായത്. ഹിന്ദിക്കാരനെ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാർ അങ്ങനത്തെ ഒരു ഇത് ന്യൂസ് ചാനൽസിന് ബൈറ്റ് കൊടുക്കുന്നുണ്ട് കുറേ സ്ഥലങ്ങളിലായിട്ട്. സോ ഈ ഒരു വ്യക്തി നമ്മളെ നാട്ടിലേക്ക്, ഒരു അന്യ സംസ്ഥാന തൊഴിലാളി നമ്മളെ നാട്ടിലേക്ക് വരുമ്പോൾ അതിന് കൃത്യമായ ഒരു ഓഡിറ്റില്ല അവിടെ. മനസ്സിലായില്ല, ഒരു കൃത്യമായ ഓഡിറ്റ് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ മാത്രമല്ല നമ്മളെ സർക്കാർ ഈ വിഷയം എങ്ങനെ ടേക്കപ്പ് ചെയ്യണം എന്നുള്ളത് അറിയാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം ഇവരുടെ ബന്ധുക്കൾ തന്നെ, ഈ വ്യക്തിയുടെ ബന്ധുക്കൾ തന്നെ, ബന്ധുവായിട്ടുള്ള വ്യക്തികളൊക്കെ പറയുന്നത് ആംബുലൻസിൻ്റെ പൈസ അവർ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇനിയിപ്പോൾ ബോഡി അവർക്ക് തിരിച്ച് ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ സമയത്തും 25,000 രൂപ ഇവർ കൊടുക്കണം എന്നുള്ള അവസ്ഥയ്ക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സോ അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം നമ്മളെ നാട്ടിൽ നിന്ന് ഇവിടുന്ന് ആൾക്കാർ തല്ലിക്കൊന്ന ഒരാളെ ഇനി ഛത്തീസ്ഗഡിലേക്ക് ഇയാളുടെ ബോഡി കൊണ്ടുപോകാൻ അവർ ജോലിക്ക് വരുന്നത് തന്നെ അവരുടെ അവസ്ഥ കൊണ്ടാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ എത്രയോ പേര്, ഇപ്പോൾ പല യൂറോപ്യൻ കൺട്രീസിലടക്കം നമുക്ക് ഇഷ്ടം പോലെ വേർതിരിവ് അനുഭവിക്കുന്ന ഒരു സമയമാണ്. ഈ ദുബായിലോ അല്ലെങ്കിൽ നിങ്ങൾ UAE ഒക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ ബംഗാളി എന്ന് തന്നെയാണ് മലയാളിനെയും വിളിക്കാറ്. അതേമാതിരി തല്ലിക്കൊന്ന എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതൊരു എന്താ പറയുക, കറക്റ്റ് കാര്യമല്ല. ഇതൊക്കെ ചെയ്യുന്നത് മലയാളികൾ എന്താ പറയുക, ഇതൊന്നും ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നില്ല മലയാളികളെ. ഇനി വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഇതിനൊക്കെ എന്ത് പറയും എന്നുള്ളൊരു സിറ്റുവേഷനാണ് മനസ്സിനകത്തുള്ളത്. छत्तीसगढ़ से शशिकांत बघेल मेरा नाम है। हम लोग छत्तीसगढ़ से यहाँ पे 6 मंथ पहले काम करने आए थे। क्या हुआ? वो लड़का मेरा कजिन ब्रदर है, बड़ा भाई है मेरा। 4 दिन पहले यहाँ आया था काम करने के लिए, तो यहाँ पे काम उसको पसंद नहीं आया था, तो यहाँ से वो जा रहा था।
नया लड़का था तो जगह से अनजान था, रास्ता भटक गया, तो घूमते घूमते उस जहाँ पे उसकी घटना हुई उस तरफ चला गया। तो लोगों ने उसके साथ में जो वारदात किया था वो किए हैं। उसके बारे में पूरी जानकारी तो नहीं है, लेकिन उसको मारने से मौत हुआ है ऐसा हमें पुलिस वालों ने बताया है। हाँ, जब उन्होंने पीता तो है, लेकिन अब आज पिया है कि नहीं ये नहीं जानते उस दिन, लेकिन पीता है कभी कभी। अब वो तो घर रूम से निकल गया था तो जानकारी नहीं है हमें, हमारे साथ नहीं था, रूम से चला गया था वो। अब रूम से चला गया था, कभी कभी ऐसे पीता है। हाँ, अब वो उसकी जानकारी तो नहीं है पूरा पीने का, क्योंकि वो चला गया था वहाँ हमारे पास से, तो पिया है कि नहीं रास्ते में अब वो नहीं कह सकते। अब वो सर रूम से निकल गया था घर जाने के लिए, अब वो वहाँ कैसे पहुँचा सर इसकी जानकारी तो हमें भी नहीं है। वो हमारे पास से रूम घर जा रहा हूँ कह के निकल गया था, अब वो रास्ते भटक गया, वो वहाँ कैसे पहुँचा इसकी जानकारी नहीं है हमें। अब क्यों हम साथ में नहीं थे, रूम से चला गया था, हम काम पे जाते हैं। 4 डेज हुआ था आए हुए, 4 डेज यहाँ आए केरला आए हुए, 4 डेज 4 दिन हुआ था आए हुए यहाँ पे। नहीं, उसका कोई क्रिमिनल रिकॉर्ड नहीं है। आप वहाँ हमारे थाना में पता कर सकते हैं, छत्तीसगढ़ में। उसका कोई क्रिमिनल रिकॉर्ड नहीं, बड़ा सीधा आदमी है, ड्रिंक करता है वही उसकी कमी है, बाकी सीधा आदमी है, कोई लड़ाई झगड़े या मारपीट ऐसा कोई नहीं, सीधा आदमी, अच्छा आदमी है। अच्छा आदमी, गुड मैन है, मतलब सीधा आदमी है। किस उसका जो छोटे छोटे बच्चे हैं 2 ठो, 8 साल 10 साल का, 10 ईयर 8 ईयर के 2 बच्चे हैं। सिविल वर्क का है, मेशनरी, ब्रिक मेशनरी वगैरह का काम करने आया था, काम नहीं किया है, आया उसी दिन ही चला गया था, काम अच्छा नहीं लगा या जगह अच्छा नहीं लगा, तो 2 बच्चे हैं। ഈ വ്യക്തി ഓക്കെ ഈ മരിച്ച ഇയാളുടെ റിലേറ്റീവ് ആണെന്നാണ് പറയുന്നത്. ഇയാൾ പറയുന്നത് 4 ദിവസം, വേറെ ചാനലിൽ ഒരാഴ്ച എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് ഈ വ്യക്തി വന്നിട്ട്, പക്ഷേ ക്ലിയർ അല്ല. ആ ലേഡി പറയുന്നത് ഇയാളെ തന്നെയാണ് കണ്ടത് നാട്ടുകാർ ചേർന്ന് അടിച്ചത് 2 ആഴ്ചക്ക് മുന്നേ എന്ന് പറയുന്നു. ഇയാൾ പക്ഷേ ഒരു കാര്യം പറയുന്നുണ്ട്, മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ന്യൂസുകാർ അതിനും വലുതടി, മോഷ്ടിക്കുന്ന സ്വഭാവമുണ്ടോ? ഇതൊക്കെ ഇങ്ങനെ ഇനി കുത്തിപ്പറഞ്ഞ് ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. എന്താണെങ്കിലും ഈ മോഷ്ടിക്കാൻ കയറി, മദ്യപിച്ചു, കച്ചറുണ്ടാക്കി, കൂട്ടം കൂടി തല്ലി കൊല്ലാൻ ആര് പറയുന്നു? അതിനുള്ള എവിടുന്ന ധൈര്യം വരുന്നത്? അതോ അന്യ സംസ്ഥാനത്തു നിന്നുള്ള ഒരാളാണെന്നും കൂടി കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറയാം, ഇഷ്ടം പോലെ മലയാളികൾ പുറത്ത് സ്റ്റേറ്റിലും പുറത്ത് രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. കേരളം വിട്ട് പുറത്ത് ഇഷ്ടംപോലെ മലയാളികളുണ്ട്. അവർക്കൊക്കെ ഇതേ ഗതികേട് ഇങ്ങനെ അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോണ്ടല്ലോ, അപ്പോൾ നമ്മളിരുന്ന് അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു നമുക്ക് രോഷം കൊള്ളാറില്ലേ? അതുപോലെ അവസ്ഥയാണ് നമ്മളിവിടെ വന്നിട്ട് ഇതേപോലുള്ള ആളുകളോട് ചെയ്യുമ്പോൾ. അവരെന്തെങ്കിലും ഇപ്പോൾ മദ്യപിച്ചിട്ടോ മോഷ്ടിച്ചിട്ടോ അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് പോലീസുണ്ട്, സിസ്റ്റം ഉണ്ട്. എന്തിനാ ഈ ആൾക്കൂട്ടം കൂടി വിചാരണ ചെയ്ത് തല്ലി കൊല്ലുക എന്നുള്ളത്? ഇറ്റ്സ് നോട്ട് റൈറ്റ് തിങ് ഗൈസ്. എന്താണെങ്കിലും ഇത് നാഷണൽ ലെവലിൽ ഭയങ്കര ചർച്ചയാവും. എഗെയിൻ മലയാളി എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ഇരിക്കേണ്ട ഗതികേടാവും നമുക്ക്.